ഈ കേസിൽ ഈ വേട്ടക്കാരന് കിട്ടിയിരിക്കുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് ചെറുതല്ല. അയാൾക്ക് പോലും ഈ വിധിയിൽ ഭയമില്ല എന്നുള്ളതാണ്. അയാൾ പോലും ഈ വിധിയെ ആശ്വാസത്തോടു കൂടിയാണ് കാണുന്നത് എന്നുള്ളതാണ്. 36 വയസ്സുണ്ട് ഒന്നാമത്തെ പ്രതിയായ പൾസർ സുനിക്ക്. ആ പൾസർ സുനിക്ക് ഇനി കോടതിയിൽ അനുഭവിക്കേണ്ടി വരുന്നത് 12 വർഷവും 7 മാസവുമാണ്. എന്ന് പറഞ്ഞാൽ ഇത് 2025 ഡിസംബർ മാസമാണെങ്കിൽ 2037 മെയ് മാസമാകുമ്പോൾ കൊച്ചി നഗരത്തിൽ അയാൾ വന്നിറങ്ങും. അപ്പോൾ അയാളുടെ പ്രായം 48. ഇന്ന് പ്രായമാണ് കോടതി പരിഗണിച്ചത്. ഇരയുടെ പ്രായം കോടതി പരിഗണിക്കേണ്ടതായിരുന്നില്ലേ? ഈ ഇര കടന്നുപോയ മാനസികാവസ്ഥയെക്കുറിച്ച് തെല്ലു പരിഗണന വിധിന്യായത്തിൽ പ്രകടമായിരുന്നെങ്കിൽ 12 വർഷത്തിനു ശേഷം പുറത്തിറങ്ങുന്ന ഈ പ്രതി എന്തായിരിക്കും ഈ ഇരയോട് സമാനമായ നിലകളിൽ ഉള്ള പെൺകുട്ടികളോട് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് ഒരു വിചാരവും ആർക്കും ഉണ്ടാവാതെ പോയതെന്തുകൊണ്ടായിരിക്കും? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? അതാണ് റിഫോർമേറ്റീവ് പ്രിൻസിപ്പിൾ. കഴിഞ്ഞ 7 വർഷക്കാലം ഇയാൾ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടും ഇയാൾക്ക് ഒരു ഇഞ്ച് പോലും മനസ്താപം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അയാൾ അതിനെക്കുറിച്ച് ഇപ്പോഴും വളരെ വീരവാദത്തോടു കൂടിയാണ്, വളരെ ആവേശത്തോടു കൂടിയാണ് നമ്മളടക്കമുള്ള ചാനലുകളുടെ ക്യാമറ കണ്ണിൽ വന്ന് സംസാരിക്കുന്നത്. റോഷിയുടെ ഒളിക്യാമറയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഞാൻ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? 1.5 കോടി രൂപ കിട്ടാൻ വേണ്ടിയാണ്. ഇനി എനിക്കൊരു 70 ലക്ഷം രൂപ കൂടി കിട്ടാനുണ്ട്. 80 ലക്ഷം കിട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. ന്യൂസ് മിനിറ്റിന് കൂടെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഇനിയും ഉണ്ട് 2 കൊട്ടേഷനുകൾ എനിക്ക്. ഞാൻ പുറത്തിറങ്ങിയാൽ എനിക്ക് ഈ കുറ്റവാളികളുടെ ശൃംഖലയിൽ, കുറ്റവാളികളുടെ ഗ്രൂപ്പിൽ എനിക്കൊരു വീരപരിവേഷം ലഭിക്കും എന്നാണ് അയാൾ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അങ്ങനെയുള്ളയാൾക്ക് 7 വർഷം കൊണ്ട് എന്ത് മനസ്താപമുണ്ടായി, എന്ത് മാനസിക പരിവർത്തനമുണ്ടായി, എന്ത് റിഫോർമേഷൻ സംഭവിച്ചു? അയാളെയാണോ ഇനി വരാൻ പോകുന്ന 12 വർഷം 7 മാസം കൊണ്ട് റിഫോർമേഷൻ സംഭവിക്കുമെന്ന് പറയാനുള്ളത്? അപ്പോൾ സമൂഹത്തിന് തന്നെ ഭീഷണിയായ ഒരാളെ ഒരു തരത്തിലുള്ള റിഫോർമേഷനും കഴിഞ്ഞ 7 വർഷം കൊണ്ട് സംഭവിക്കാത്ത ഒരാൾക്ക് ഏറ്റവും ലഘുവായ ശിക്ഷ നൽകുന്നത് കൊണ്ട് കോടതി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതേയില്ല. ബാക്കിയുള്ള പ്രതികൾ അതിനോടൊപ്പമുള്ള കൂട്ടുപ്രതികളാണ്. അവർക്കും സമാനമായ ശിക്ഷ വിധിക്കുന്നു. നേരിട്ട് ബലാത്സംഗം ചെയ്ത പ്രതിക്ക് അതേ ശിക്ഷ വിധിക്കുന്നുവെന്ന് മാത്രമല്ല, ഈ പ്രതികൾ പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ ഈ 48ാമത്തെ വയസ്സിൽ ഈ പൾസർ സുനി പുറത്തിറങ്ങും. ഇനി ഹൈക്കോടതിയിൽ പോയി ഈ ശിക്ഷാവിധി കുറച്ച് കിട്ടിയാൽ അയാൾ അതിനു മുൻപേ ഈ സമൂഹത്തിൽ ഇറങ്ങിക്കിട്ടും. ശിക്ഷാവിധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അപ്പീൽ പോയി അത് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ഒരുപക്ഷെ അയാൾക്ക് ജാമ്യം കിട്ടി പുറത്തു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ എന്തു സന്ദേശം നൽകിയ വിധിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന്, സമൂഹത്തിന് ഏതെങ്കിലും തരത്തിൽ പാഠമായൊരു മെസ്സേജ് അല്ല. സമൂഹത്തിൽ ഇത്തരം കുറ്റകൃത്യ വാസനയുള്ളവർക്ക് ആ കുറ്റകൃത്യ വാസനയിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയുന്ന തരത്തിൽ ഭയപ്പാടുണ്ടാക്കുന്ന ഒരു ഡിറ്ററൻ്റ് ഉണ്ടാക്കുന്ന വിധിയല്ല. 2, ഇതിലെ പ്രതിക്ക് പോലും ഒരു മാനസിക പരിവർത്തനം ഉണ്ടാക്കുന്ന വിധിയല്ല. അങ്ങനെയാണെങ്കിൽ ഈ വിധി കൊണ്ട് ആർക്കാണ് പ്രയോജനം? ഒറ്റ ഉത്തരവേ ഉള്ളൂ. ആ വിധി കൊണ്ട് ആ പ്രയോജനമുള്ളത് ഇന്ന് ഏറ്റവും ലഘുശിക്ഷ നൽകണം എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് ഓരോന്നോരോന്നായിട്ട് കാണിച്ച് പറഞ്ഞിരിക്കുകയാണ്. പൾസർ സുനി പറയുന്നത് അറിയൂ, എനിക്ക് വീട്ടിൽ അമ്മയുണ്ട്. ശരി, അതിജീവിതയ്ക്കും ഉണ്ടായിരുന്നു ഒരു അമ്മ, അതിജീവിതയ്ക്കുമുണ്ട് ബന്ധുക്കൾ, അതിജീവിത തന്നെ ഒരു സ്ത്രീയാണ്. അവർക്ക് കൊടുക്കാത്ത നീതി ഈ പ്രതിക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. പ്രതിക്കും കൂടി നീതി കിട്ടുക എന്നതാണ്. അങ്ങനെ വേണമല്ലോ.